ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കല്യാണം കഴിക്കുന്ന അടിമത്തമാണോ? ആണോ ആണോ ഇത് എൻ്റെ ഒരു ചോദ്യമല്ല കേട്ടോ. ഞാനിന്നൊരു വൈറൽ റീൽ കണ്ടു, അതിലുള്ളൊരു ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരവും. നമ്മുടെ തന്നെ അനുഭവങ്ങൾ, ചുറ്റുപാടുകൾ, കണ്ടു വളർന്ന കാര്യങ്ങൾ, ഒരു കല്യാണത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ സ്വഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്നതാവും നമ്മുടെ ഉത്തരം. കല്യാണം കഴിക്കുന്ന അടിമത്തമാണോ? ഇതിനുള്ള എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പയ്യൻ്റെ ഉത്തരമാണ്. അത് കേട്ട് ഉത്തരം മുട്ടി നിൽക്കുന്ന ആങ്കറുടെ നിൽപ്പും. എന്തായാലും നമുക്ക് ആ വയൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ലോക്കായി പോകുമ്പോൾ ഈ ഭാര്യമാരെ പേടിയാണ്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പെർമിഷൻ വെക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. എന്നാലും ഇപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണം ഇപ്പൊ റിലേഷൻഷിപ്പിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് ആണെങ്കിലും ഈ ഒരു പെർമിഷൻ ചോദിക്കുന്ന സംഭവങ്ങളൊക്കെ കുറവാണ്. അച്ഛനോട് അമ്മയോട് പെർമിഷൻ ചോദിക്കും, കമ്മിറ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ ഒരു പെർമിഷൻ ചോദിക്കുമ്പോൾ ലോക്കായി പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനോടും അമ്മയോട് ഒരു ഇൻസൾട്ട് പോകാൻ അല്ലെങ്കിൽ അവിടെ ഇത് ചെയ്തോട്ടെ ചോദിക്കുന്നത് അത് അടിമത്താണ്. എന്നാലും ഇപ്പൊ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി തന്നെ ഫുള്ളായി മാറുവാണ്. ഫാമിലി അല്ലേ കല്യാണം കഴിക്കുന്നത്? ഒരു ഫാമിലിന്റെ അങ്ങനെയുള്ള ഇന്ത്യൻ ആ ഒരു കൾച്ചർ വെച്ചിട്ട് ഫാമിലി ആണല്ലോ. അപ്പൊ അവരോട് ചോദിക്കുന്ന എല്ലാവരും പറയുന്ന എല്ലാവരും കമ്മിറ്റ്മെന്റ് പോലെ കണ്ടാൽ പോലെ അച്ഛനോടും അമ്മയോടും പറയുന്ന പോലെ വിചാരിച്ച പോലെ. എന്നാലും ഒരു പെർമിഷൻ നമ്മൾ ഒറ്റ ലെവലിൽ നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് മാത്രമായിട്ടാണ്. ഇപ്പൊ ബ്രദറാണ് സിസ്റ്റർ ആണെങ്കിലും പറഞ്ഞിട്ടല്ലേ പോലെ. അതേപോലെ എന്തുകൊണ്ട് കാണുന്നില്ല ഒരു വിവാഹത്തെ? അതൊരു അടിമത്തം പോലെ കാണുന്നത്. അങ്ങനെ അച്ഛൻ്റെ അടിമയില്ല മക്കളും. അങ്ങനെ നിങ്ങളുടെ ലോജിക്ക് ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, എന്തൊക്കെയാ ഇയാൾ ഈ പറയുന്നത്? ഇത് ഗ്ലോറിഫൈ ചെയ്യാൻ കുറേ ആളുകളും. ഈടോ മാഷേ, പറഞ്ഞിട്ട് പോകുന്നതും പെർമിഷൻ എടുക്കുന്നതും രണ്ടല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാനൊന്ന് ഈ സമയത്ത് ഇങ്ങോട്ട് പോവാട്ടോ, ഇത് പറഞ്ഞിട്ട് പോവൽ. ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് പൊയ്ക്കോട്ടെ, ഇത് പെർമിഷൻ എടുക്കൽ. നമ്മുടെ നാട്ടിൽ 21 വയസ്സ് പൂർത്തിയായിട്ടാണല്ലോ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നത്. ആ ഒരു പ്രായത്തിലുള്ള ആൾക്ക് എപ്പോൾ എവിടെ പോകണമെന്ന് അറിയില്ല. അതിന് വേറൊരാളുടെ പെർമിഷൻ വേണോ? വേണമെന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ഒരാളുടെ മേൽക്കൈയുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് അടിമത്വം. പിന്നെ ഇതേ പുള്ളിയുടെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പാരൻസിനോട് പെർമിഷൻ എടുക്കാറില്ലേ? ഉണ്ട്. പക്ഷെ അതൊരു പ്രായം വരെ അല്ലേ? എല്ലാ പ്രായത്തിലും നമ്മൾ പാരൻസിനോട് പെർമിഷൻ എടുക്കുമോ? ഒരു പ്രായം വരെ കുഞ്ഞുങ്ങൾക്ക് ശരി തെറ്റുകൾ അനലൈസ് ചെയ്യാനോ ഒരു ഡിസിഷൻ എടുക്കാനോ ഉള്ള കഴിവില്ല. അപ്പം നമ്മുടെ പാരൻസ് ആ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടിയും വരും. പക്ഷേ അതൊരു പ്രായം വരെ. അത് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ ചെയ്യാറ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരികയാണെങ്കിൽ, താങ്കൾക്കൊരു 40 വയസ്സായി എന്ന് കരുതുക. 40 വയസ്സായ താങ്കൾക്ക് താങ്കളുടെ ഒരു ഫ്രണ്ടിനെ കാണണം. അപ്പോൾ അമ്മയോ അച്ഛനെയോ വിളിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ടാണോ താങ്കൾ പോവാറ്? അത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്. ഏജാണ് അവിടുത്തെ ഫാക്ടർ. പക്ഷേ മാരേജ് റിലേഷൻഷിപ്പിൽ അതില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ടാണ്. എനിക്ക് ആ പയ്യൻ്റെ ഉത്തരം കേട്ടപ്പോൾ തോന്നിയത് ചോദ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ പറഞ്ഞൊരു ഉത്തരം എന്നാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നും അല്ല കേട്ടോ. ആ പയ്യൻ്റെ ഉത്തരം എന്തുമാത്രം ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു കമൻസിൽ. മിടുക്കനായ ആൺകുട്ടി അല്ലേ? കൊള്ളാം. ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം ഞാൻ പറയാം. ഒരു മാരേജിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈൻഡിങ് എ കമ്പാനിയൻ. എൻ്റെ കമ്പാനിയന് എൻ്റെ ഡിസിഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, പക്ഷേ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ, ഈ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇന്നൊരു പൊളിറ്റിക്കൽ മാർച്ച് നടക്കുന്നുണ്ട്, ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് നീ പോണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ റീസൺ അനലൈസ് ചെയ്ത് അത് ശരിയാണെന്ന് തോന്നിയാൽ ഞാൻ പോവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസ് ചെയ്യുക. അത് റെസ്ട്രിക്ഷൻ അല്ല. അതുപോലെ തന്നെ കല്യാണ ജീവിതത്തിൽ ആർക്കും ആരുടെ മുകളിലും ഒരു മേൽക്കൈയില്ല. രണ്ടുപേരും ഈക്വലാണ്. അതാണ് പോയിന്റ്. പിന്നെ രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ പേഴ്സണാലിറ്റീസ് ആണെന്നും രണ്ടുപേർക്കും ഇഷ്ടങ്ങളും തീരുമാനങ്ങളും അല്ലെങ്കിൽ ഒരു കാര്യത്തിനുള്ള അഭിപ്രായങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തും അത് ഡിസ്കസ് ചെയ്തും ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോവുക. പിന്നെ ഇപ്പോൾ എനിക്ക് ചില നെഗറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ വീക്ക്നെസ്സുകളുണ്ട്. എൻ്റെ പാർട്ട്ണർ എൻ്റെ വീക്ക്നെസ്സുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ വളരെ ഡ്രൈവ് ചെയ്യാൻ എന്നെ കേപ്പബിൾ ആക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് സ്ട്രോങ് ആക്കേണ്ട പോയിൻറ്റ്സ് സ്ട്രോങ് ആക്കലും ഒഴിവാക്കേണ്ട പോയിൻറ്റ്സ് ഒഴിവാക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല കമ്പാനിയനായി ജീവിക്കലും. അതാണ് ഞാൻ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈഡ് ടോപ്പിക്കാണ്, ഇത് സംസാരിച്ചാൽ തീരെയില്ല. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.